നമ്മൾ ബോയ്സിനെ സംബന്ധിച്ച് എപ്പോഴുള്ള ഒരു പ്രശ്നമാണ് കല്യാണം, അതുമായി ബന്ധപ്പെട്ട ചെലവുകളൊക്കെ എങ്ങനെ മീറ്റ് ചെയ്യും, അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത്. കാരണം നമ്മുടെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 22, 23 ആ ഒരു ഏജിലായിരിക്കും. കല്യാണം ഒരു 28, 20 ആ ഒരു സമയമാകുമ്പോഴേക്കും കല്യാണത്തിൻ്റെ കാര്യങ്ങളും നടന്നിട്ടുണ്ടാകും. ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഒരു 4 or 5 വർഷത്തിനിടയിൽ വലിയൊരു തുക എങ്ങനെ സേവ് ചെയ്ത് വെക്കാം, പലപ്പോഴും പല ബോയ്സും ആലോചിക്കുന്ന കാര്യമാണ്. നമ്മളിപ്പം 23ാമത്തെ വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ച ഒരാൾ മാസം 20,000 രൂപ വെച്ച് 5 വർഷത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ 17 ലക്ഷം രൂപയുടെ ഒരു ഫണ്ട് വാല്യൂ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഒരു 15% റിട്ടേൺ നൽകുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഇത്തരത്തിലൊരു ഫണ്ട് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. ഈ ഒരു 5 വർഷത്തിന്റെ കാലയളവിൽ ടോട്ടൽ 12 ലക്ഷം രൂപയായിരിക്കും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ നമ്മളൊരു 15% ആനുവൽ റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫണ്ടിന്റെ വാല്യൂ ഒരു 17 ലക്ഷത്തിന് മേലെ കടന്നിട്ടുണ്ടാകും. നമുക്കറിയാം ഈ ഒരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ പോലും നമുക്ക് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റും മറ്റൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് വെച്ചാൽ മാക്സിമം 4 to 7% വരെയാണ്. പക്ഷെ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ ആവറേജ് നമുക്ക് പറയാൻ പറ്റുന്ന റിട്ടേൺ എന്ന് വെച്ചാൽ 12 മുതൽ 15 വരെയാണ്. 20, 25 ഒക്കെ റിട്ടേൺ നൽകുന്ന മറ്റ് മ്യൂച്വൽ ഫണ്ടുകളുമുണ്ട്. നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് ആവറേജ് ഒരു 15% ആനുവൽ റിട്ടേൺ നൽകുന്ന ഒരു ഫണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ വർഷത്തിൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ടെൻഷൻ ഇല്ലാതെ കല്യാണം അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും.